ഇന്നലെ ഞായറാഴ്ചയായിരുന്നു. അപ്പൊ ഇന്നലത്തെ കേരളത്തിലെ ബുക്കിംഗ് നിരക്ക്, തിയേറ്ററിലെ ബുക്കിംഗ് നിരക്ക് നോക്കുമ്പോൾ ഓൾറെഡി റിലീസായ പടങ്ങളെക്കാട്ടിലും കൂടുതൽ റീ റിലീസായ ചോട്ടാ മുംബൈ എന്ന സിനിമയ്ക്കാണ് കളക്ഷൻ കൂടി വന്നത്. അതായത് പുതിയ സിനിമ ഉണ്ടായിട്ടും അത് കാണാതെ ഓൾറെഡി കണ്ട സിനിമകൾ പ്രേക്ഷകർ വീണ്ടും തിയേറ്ററിലേക്ക് കാണാൻ പോകും. അപ്പൊ ഈ പ്രേക്ഷകരുടെ ഒരു ആസ്വാദന രീതിക്കുണ്ടായ ഈ മാറ്റം എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു. ആസ്വാദന രീതി എന്ന് പറഞ്ഞാല് ഞാൻ എന്റെ പടം ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ചോട്ടാ മുംബൈക്ക് പോകും. ചോട്ടാ മുംബൈ ഞാൻ ഓൾറെഡി കണ്ട പടമാണ്. എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് സിനിമയാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഇന്നിപ്പോ പുതിയ കളർ ഗ്രേഡിങ്ങിലും പുതിയ സൗണ്ട് എഫക്റ്റിലൊക്കെ വരുമ്പോഴത്തേക്കും അതൊന്ന് അനുഭവിക്കാൻ വേണ്ടി ഞാൻ ഉറപ്പായിട്ട് ഞാൻ പോകും. അപ്പം ഫസ്റ്റ് ചോയ്സ് എപ്പോഴും അതായിരിക്കും. ഇന്നിപ്പോ എന്റെ സിനിമ റിലീസ് ആയതുകൊണ്ടാണ് ഞാൻ ആദ്യം അത് കാണാൻ വേണ്ടി പോയത്. അതർവൈസ് അത് ബട്ട് നാച്ചുറൽ അല്ലേ. നമ്മള് പണ്ട് ഇഷ്ടപ്പെട്ട ഒരു പടം, അതും ലാലേട്ടന്റെ പോലത്തെ ഒരു ലെജൻഡിന്റെ പടമൊക്കെ വരുമ്പോഴത്തേക്കും ഓൾറെഡി ഹിറ്റായ എത്രയോ നാളോടിയ പടം അത് വീണ്ടും നമുക്കൊരു പുതിയ രൂപത്തിൽ വരുമ്പോൾ ആ പുതിയ രൂപത്തിൽ എങ്ങനെയാണ് വന്നിരിക്കണമെന്ന് കൂടെ അറിയാൻ വേണ്ടി ഡെഫിനറ്റ്ലി നമുക്കൊരു ഇത് കാണില്ല. അപ്പം അത് അങ്ങനെയാണത്. അത് നാച്ചുറലി ഇറ്റ്സ് ലൈക്ക് ദാറ്റ്.